ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ഒരു ഉച്ചമുക്കാലൊക്കെ ആയ സമയത്താണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് കേട്ടോ. കുറച്ച് ചാമ്പൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് വെച്ചുണ്ടാക്കാം. എന്നിട്ട് പിന്നെ നമ്മളെ ബാക്കി പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ചാമ്പൊക്കെ കിട്ടിയതേ നമ്മുടെ മുത്തച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. കുഞ്ഞുട്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ. അപ്പോൾ കാക്കാൻ്റെ വീട്ടിൽ ഒരു 2-3 ചാമ്പക്കിൻ്റെ തൈയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ചാമ്പയ്ക്ക് മടിച്ചു മാറ്റി പോകുന്നതാണ് കേട്ടോ. പിന്നെ ചിക്കനും വാങ്ങിക്കണേ. ചിക്കൻ അവിടുന്ന് കവർന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തരായിട്ട് സജീവമായിക്കണം കേട്ടോ. അതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ വന്നതാണ്. അപ്പോൾ ആദ്യം ചിക്കൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം നമ്മുടെ ചാമ്പൊക്കെ വെച്ചിട്ടൊരു പണി ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ കേക്ക് കൊണ്ടു നിൽക്കണം കേട്ടോ. ഇവിടെ ഒരാൾ തിന്ന് തുടങ്ങിയിട്ടുണ്ട് നോമ്പും കള്ളത്തി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇതൊക്കെ ഉപ്പിലിരുമ്പിയാൽ അങ്ങനെ വെച്ചാൽ അത് ചിലപ്പോൾ കഴിക്കൂല. അപ്പോൾ ഞാൻ ഒരു അച്ചാർ പോലെ ആക്കിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വല്ല കഞ്ഞി കുടിക്കാനോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ചാമ്പക്കൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുറന്ന് പുഴുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് ഞാനൊരു 3-4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നെ സഹായിച്ചും അതിൽ നിന്ന് ഇടയ്ക്ക് കഴിച്ചും നീയക്കുട്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പത്തിരിയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ കയറിയിട്ട് അടുക്കളയിൽ മഹാമഹങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഞാൻ ഒരു പ്രിപ്പറേഷൻസും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ചോറാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് ആക്കം പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ജനിമോൻ ഉറങ്ങിക്കണം കേട്ടോ. ജനിമോൻ ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ വേഗം കണ്ട് കിച്ചണിൽ കയറലാണ്. സമയം കാലം ഒന്നും നോക്കലില്ല. അപ്പോൾ ജനിമോൻ ഉറങ്ങായതുകൊണ്ട് പിന്നെ ഞങ്ങളെ പണികൾ വേഗം ഒരുക്കിയെക്കാന്ന് വിചാരിച്ച്. ഇതിങ്ങനല്ലേ ഞാനൊരു മേലെ വരില്ല. അപ്പം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. ഈ അച്ചാറിൽ വിനാഗിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുകൊക്കെ പൊട്ടിച്ച് ഒരു തട്ടൊക്കെ ഇട്ടൊരു താത്ത അവിടെ നിൽക്കണ നിങ്ങൾ കാണുന്നുണ്ടോ? ചേട്ടക്ക് ഓരോരോ മൂടാണ് കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പില വഴിച്ചുണ്ടാൻ പോയി കേട്ടോ. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് മെനക്കെടാനൊന്നും നിന്നിട്ടില്ല. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചാമ്പൊക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ വിനാഗിരി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ചെല്ലാം ഉള്ളതിനേനും പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം ചാമ്പക്കൊക്കെ തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ വിനാഗിരിയും കൂടി വന്നിട്ട് ഓവർ പുളിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനത് സവോളയും തക്കാളിയും ഒക്കെ ഇട്ട് നമ്മുടെ സാധാ ഒരു ചിക്കൻ കറിയില്ലേ അത് തന്നെയാണ് ഇന്നും പാസ്സാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല വെയിൽ അറിയുമ്പോൾ ഒരു 4:30 വരെ ഇങ്ങോട്ട് വെയിലേക്കാറ് കേട്ടോ. അപ്പോൾ ആ വെയിൽ ആ ഷീറ്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെളിച്ചം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ രാവിലെ തൊട്ട് തന്നെ മുറ്റടി തുടങ്ങിയിരിക്കണം കേട്ടോ. ഇപ്പം അടിച്ചു വാരി ആ ഭാഗത്തൊന്നും ഒരു ചിരല് പോലും ഇല്ല. അത് മുഴുവൻ അങ്ങോട്ട് നീക്കിയിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് സെനുമോനെ എണീച്ചിട്ടുണ്ടേനി കേട്ടോ. സെനുമോനെ എണീച്ച് കുഞ്ഞിട്ടി സെനുവിന് തിന്നാനൊക്കെ കൊടുക്കേനെ. അപ്പം കുട്ടി ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ തൊട്ടേ മുറ്റടിക്കണ ഒരു മൂഡിലേനിട്ടാ. രാവിലെ ഇലകളൊക്കെ അടിച്ചു കൊടുത്ത് തന്നെ 2-3 പ്രാവശ്യമൊക്കെയാണ് കേട്ടോ അടിച്ചു വരുന്നത്. കുട്ടാ എന്തൊരു കുപ്പായിട്ടിക്കണ് കുട്ടപ്പള്ള കഥ മുഴുവൻ കാണുന്നു. അച്ചി
ജനുമോനാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ഉറക്കം മതിയാകാതെ എണീച്ചതേനി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കച്ചറ അലമ്പുണ്ടാക്കിനി. ഒക്കത്ത് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടെടുക്കണമെങ്കിൽ കുഴപ്പമില്ല, നിലത്ത് ഇറക്കി അപ്പ കരഞ്ഞു. അപ്പൊ ഓന് സോപ്പിടാനെ കുറച്ച് ഒത്തക്കൊക്കെ ജ്യൂസൊക്കെ കടിച്ച് അപ്പൊ നിയമോള് പാട്ടൊക്കെ പാടി അതൊന്ന് ഒരിത്തിരി ഒന്ന് കുടിച്ച് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ പിന്നെ ഓന് അലമ്പ് ഒക്കെ മാറിയപ്പോഴത്തെ നമ്മുടെ ചിക്കൻ കറി ഇതാ ഒരു ഭാഗത്ത് റെഡി ആയിക്കണം കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കണേ ഞാനിതാ ഇൻഡസ് പാലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എടുക്കൂല, ഇനി ഞാൻ പുതിയ പരി പോയിട്ട് എടുക്കുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ വീണ്ടും ഞാൻ എളുപ്പം കുക്കിംഗ് നടക്കും, പിന്നെ നമുക്ക് മെയിൻ്റനൻസും ഫ്രീ ആണല്ലോ. അധികം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ മാതിരി നമുക്ക് പേടിച്ച് പേടിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എങ്ങനെയും കയ്യിലിട്ടിളക്കി മൂരിളക്കിയറിൻ്റെ മാതിരി എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. പിന്നെ 2 കപ്പ് റൈസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വരെ ഉഷാറായിട്ട് വേവിച്ചെടുക്കാം എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. അപ്പം പിന്നെ ഉണ്ടല്ലോ ഈ പാത്രം നിങ്ങളാരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന ബുഷറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെപ്പോൾ വാങ്ങിക്കുകയാണെങ്കിലും ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ അപ്പം നമുക്ക് ഒരു 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. എന്തിനാ വെറുതെ നമ്മളെ പേരിലൊരു ഡിസ്കൗണ്ട് കിടക്കട്ടെ എന്ന് കളയണ്ട കേട്ടോ. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ വാങ്ങിക്കോണ്ടി കേട്ടോ. അപ്പം ഞാൻ ചോറ് ഒരടുപ്പത്തായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിക്കില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊന്നും വഴറ്റി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത് ഞാൻ മറ്റേ അടുപ്പത്ത് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇൻഡസ് പാലിൻ്റെ പാത്രം നല്ല കട്ടിയില്ലാതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ടാൽ തന്നെ വേഗം തീ കുറച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ ചേർത്തെടുത്ത് ഒന്നുകൂടി മിക്സാക്കി നമ്മുടെ ചോറ് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിക്കണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പാലും വെള്ളം മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണേ. അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഞാനിതാ ഓട്സാണ് കേട്ടോ കുറുക്കിയിരിക്കണേ. ഇതല്ല, ഞാൻ പാലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് വെറുതെ ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി തിളച്ച് വരുന്ന ആ ടൈമിൽ ഞാൻ കുറച്ച് ഓട്സാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിയത്. അപ്പോൾ ഓട്സ് കുറുക്കിയിരിക്കുകയാണ്, അല്ലാത്ത വലിയൊരു ഇതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓട്സ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പാല് എടുത്തിട്ട് ഞാനതിൽ കുറച്ച് കസ്കസ് ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അതും കുതിർത്ത് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇത് വെന്ത് തീ ഓഫാക്കിയതിന് ശേഷമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇതിന് കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ലൂസാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുക്കുക പറഞ്ഞാൽ ഒന്ന് ചൂട് പോയതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ആപ്പിളും ഒരു പഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിയത്. കുറച്ച് കളർഫുള്ളായിട്ടുള്ള റുമാനോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു ഇത്തിരി കൂടി ഭംഗിക്കാരം. പല പല കളറുകൾ കാണുമ്പോഴേ നമ്മുടെ ഒരു കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കണ ആ ഒരു രീതിയിൽ, കസ്റ്റാർഡല്ല എന്നേ ഉള്ളൂ, ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു ഡെക്കറേഷൻ വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം കുട്ടി വേറെ കുപ്പായൊന്നും ഇല്ലാത്ത മാതിരി ഇപ്പച്ചിൻ്റെ ഒരു കുപ്പായൊക്കെ ഇട്ട് എന്നിട്ട് മേലേക്ക് ഡ്രസ്സൊക്കെ മാറി വന്നാണ്. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് അതിൻ്റെ ചൂടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് ഇക്കാരം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഫ്രിഡ്ജിക്ക് വെക്കാതെ അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ചൂടല്ലേ, അപ്പോൾ അത് കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം ഫ്രീസറിലാണ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം സമയം ഒരുപാട് ആയിക്കണ്, 5:45 കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു നോമ്പുറക്കാനാകുമ്പോഴത്തേനൊന്ന് തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കുറുക്കിയാണ് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിതാ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വത്തക്ക ജ്യൂസ് അടിച്ചാന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പം ഇവിടെ വത്തക്ക ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും.
അപ്പോൾ വത്തക്ക ജ്യൂസ് അടിക്കാൻ അജുവാണ് കേട്ടോ സഹായിക്കണത്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഓന്. അപ്പോൾ ഓന് മിക്സിൻ്റെ ജാർക്ക് ഓൻ തന്നെ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ നിൽക്കണ്ടേ. എന്നാൽ ഞാൻ ആ സമയം കൊണ്ട് വേഗം ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കിയെടുത്തൊക്കെ വന്നത് അതിൽ കട്ട് ചെയ്ത് ഇട്ട് തരുമ്പോഴത്തേന് വിചാരിച്ച് ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ കേൾക്കാനുള്ളതൊക്കെ വലിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്തതൊക്കെ ഞാനാണ് കേട്ടോ. അപ്പോൾ ഈ സീന് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓൻ തന്നെയാണ് ജ്യൂസ് അടിച്ച് സെറ്റപ്പാക്കി എടുത്തതെന്ന്. അല്ല കേട്ടോ, ഞാനാണ് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിലപ്പോൾ ഈ അടുപ്പൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ ജ്യൂസൊക്കെ ആകെ അലമ്പാക്കി തരും. അപ്പോൾ പിന്നെ ഞാൻ തന്നെ മിക്സിയിലൊക്കെ ഇട്ട് കറക്കി അരിച്ചെടുത്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ്. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ എല്ലാതും ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്ത് കൊണ്ടു നിൽക്കുന്നത്. അപ്പം ഇനി അത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ പൊരി തരി കാര്യങ്ങളൊന്നും ഇല്ലേ. പിന്നെ വേറെ ഫ്രൂട്ട്സ് ഇതിൽ കട്ട് ചെയ്തിട്ടിരിക്കണല്ലോ. അപ്പോൾ പിന്നെ വെറുതെ പിന്നെ ഷോക്ക് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾ ചോദിക്കുക ഇതന്നെ ഉള്ളൂ ചോദിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ ഓട്സും ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഹെൽത്തിയാണ്. അത്യാവശ്യം വയറ് ഫില്ലാകാനുള്ളതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു ഈത്തപ്പഴം 4 പീസാക്കി വെച്ച് കണ്ടിട്ട് ബിസ്ക്കറ്റിയാണെന്ന് ആരും പറയരുത് കേട്ടോ. കാരണം ഈത്തപ്പഴമൊക്കെ ഒരൊറ്റ കടി മാത്രമേ മക്കളൊക്കെ കടിച്ചുള്ളൂ. പിന്നെ ആ ബാക്കി അവിടെ ഇടും. അപ്പോൾ പിന്നെ ഞാൻ നോമ്പ് തുറക്കാനുള്ളവർക്ക് സുന്നത്തിന് ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഓരോ പീസാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് എണ്ണക്കടി ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. 1ഉം 2ഉം നോമ്പിന് മാത്രമാണ് കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കിയിട്ടുള്ളതിന്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ എണ്ണക്കടി കഴിക്കുമ്പോൾ ഏറെ ഒരു കുഴക്കാണ് കേട്ടോ. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കണം എന്നില്ല ആ ഒരു തന്നെയാണ്. അപ്പോൾ ആ എണ്ണക്കടി ഇല്ലാത്ത ഒരു 2 ദിവസം ഭയങ്കര ഉഷാറായിന് കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാലും. അപ്പോൾ പിന്നെ ഞാൻ എണ്ണക്കടി ഒഴിവാക്കിയതാണ് കേട്ടോ. പറ്റും ഒഴിവാക്കലൊന്നും നടക്കൂല കേട്ടോ. മക്കൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് എണ്ണക്കടി ഇനി എന്നാ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അൺഹെൽത്തിയാണ്, ഇത് ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചിരുത്തിയതാണ് കേട്ടോ. അങ്ങനെ അതാ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ജ്യൂസൊക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. ഓട്സ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് വിചാരിച്ചിനി പഠിച്ചോനെ ഇത് കഴിക്കുമാവോ, നോമ്പ് തുറക്കുന്ന സമയത്തായതുകൊണ്ട് കുട്ടികളൊക്കെ കഴിക്കാറ് നമുക്കൊക്കെ പറ്റുമാവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ എൻ്റെ വിചാരമൊക്കെ തെറ്റേനു. ഇതാ നിമിഷ നേരം കൊണ്ട് പാത്രം കാലിയായിട്ടോ. അത്യാവശ്യം വയറ് ഫില്ലാവും ചെയ്യും. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും കുറച്ചൊന്ന് ഹെൽത്തിയാണ്. ഞാൻ പഞ്ചസാരയാണ് ചേർത്തത്. അതിൻ്റെ പകരം ഹണി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഹെൽത്തി ആയിന് കേട്ടോ. പക്ഷെ ആ കിണി നമ്മളടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ താൽക്കാലികം പഞ്ചാര കുഞ്ചൂര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. എന്തായാലും സംഗതി സക്സസ് ആയിന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിന്. കുറച്ചൊന്ന് തണുപ്പിച്ചപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിനു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഇന്ന് ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ആയിനി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനമോന് പിന്നെ ഫുഡ് കൊടുത്തു കേട്ടോ. ഞാൻ ഓനാദ്യം നെയ്ച്ചോറൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുത്തി ഫുഡ് കഴിക്കാതെതാ നോമ്പ് തുറന്ന പാട് ഓട്സൊക്കെ കഴിച്ച് അങ്ങോട്ട് ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ജനമോന് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ. എന്നാലും ഉപ്പച്ചീനെ പിരുന്നൊരു ഇത്തിരി ചായനെങ്കിലും മോന്തി കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. എനിക്കുണ്ടല്ലോ ആ ചാമ്പക്കല്ലേ അത് കണ്ടപ്പോൾ കഞ്ഞി കുടിക്കാനൊരു മോഹം. അപ്പം ഞാനിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും സ്കിപ്പാക്കിയിട്ട് നമ്മുടെ ചാമ്പക്കയും കൂട്ടിക്കാണ്ട് കഞ്ഞി കുടിക്കാൻ കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അച്ചാറ് തൊട്ട് കൂട്ടി അച്ചാറ് കഴിക്കുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, ചക്കക്കൂട്ടാൻ പോലെ തിന്നരുതെന്ന്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് തിരിച്ചാണ് കേട്ടോ. എനിക്ക് ചക്കക്കൂട്ടാൻ തിന്നും പോലെ തിന്നണം. അതുകൊണ്ടാണ് ഞാൻ അതിൽ സുർക്കൊന്നും ഒഴിക്കാഞ്ഞ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ വിശക്കണമെന്ന് പറഞ്ഞ് എണീച്ച് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓളിപ്പം ഇരുന്നിട്ട് ഇതാ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ള ഇനി കേട്ടോ. അപ്പം 4ാമത്തെ നോമ്പിന് എടുത്ത വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഡെയിലി വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാനിൽ ഒന്നരാടൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് പോട്ടെ. റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് തരിക, പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.